PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നടക്കാനിരിക്കുന്ന 10ാം തല പ്രാഥമിക പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണല്ലേ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം 1568-ലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരള സംസ്ഥാനം രൂപവത്കൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? അത് ഹോസ്ദുർഗ് എന്ന താലൂക്കാണ് കൂട്ടിച്ചേർത്തത്. അടുത്തത്, കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ്. അത് പാലക്കാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ്. അടുത്തത്, പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് പീച്ചിയിലാണ്. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ജില്ലയാണ് ഇടുക്കി. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ സിമന്റ്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം വാളയാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പന്നിയൂറാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭയാണ് മലപ്പുറം. ലിറ്റിൽ പ്രൊഫസർ സംരംഭം ആരംഭിച്ച സർവകലാശാല ഏതാണ്? ഉത്തരം കാലിക്കറ്റ് സർവകലാശാലയാണ്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? ഉത്തരം വയനാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിലെ പ്രസിദ്ധമായ ആന വളർത്തൽ കേന്ദ്രം ഏതാണ്? കോടനാടാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ദേശീയ പാർക്കായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. ഭൂമിശാസ്ത്രപരമായി കുട്ടനാട് 6 ഭാഗങ്ങളുള്ളതിൽ നിലവിൽ ഉപ്പുവെള്ളം കയറുന്ന സ്ഥലമാണ് വൈക്കം. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറങ്കി കോട്ടയുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് കൊല്ലമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നമുക്കറിയാം, അത് കോട്ടക്കലാണെന്ന്. കേന്ദ്ര കയർ ഗവേഷണ സ്ഥാപനം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കലവൂറാണ്. കേന്ദ്ര കയർ ഗവേഷണ സ്ഥാപനം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കലവൂറാണ്. അടുത്തത്, ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. അടുത്തത്, കേരളത്തിലെ വ്യവസായ നഗരമാണ് ആലുവ. കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ്? മലപ്പുറമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിലെ വനഭൂമി ഇല്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, വിനോദ സഞ്ചാര കേന്ദ്രമായ ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? അത് കാസർഗോഡാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം ഉള്ളത് ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ പരിപാടി സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയ സ്ഥലം ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം തിരുവനന്തപുരമാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായ സ്ഥലമാണ് കായംകുളം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം ഏതാണ്? 1895-ലാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത്. അടുത്തത്, കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു വടക്കൻ ജില്ല ഏതാണ്? അനുയോജ്യമല്ലാത്തതാണ് വയനാടാണ്. ഉത്തരം വയനാടാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സ്ഫടിക മണലിന്റെ സമ്പന്ന നിക്ഷേപങ്ങൾ ഉള്ളത് എവിടെയെല്ലാമാണ്? ആലപ്പുഴ ചേർത്തല മേഖലയിലാണ് സ്ഫടിക മണലിന്റെ സമ്പന്ന നിക്ഷേപമുള്ളത്. അടുത്തത്, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ്. അടുത്തത്, കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല ഏതാണ്? ഉത്തരം കൊല്ലമാണ്. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല ഏതാണ്? കൊല്ലമാണ്.
അടുത്തത് കേരളത്തിൽ പുതിയതായി സ്ഥാപിതമായ വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? പൂക്കോടാണ്. പൂക്കോട് എവിടെയാണ്? വയനാടാണ്. പുതിയതായി സ്ഥാപിതമായിട്ടുള്ള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല. അടുത്തത് കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപ് ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതിനിടയ്ക്കാണ്? കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപാണ് പാതിരാമണൽ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണ്? 860 കേരളത്തിന്റെ ജനസാന്ദ്രത. കേരളത്തിന്റെ ഔദ്യോഗിക മരമാണ് തെങ്ങ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് എന്നുള്ളതാണ് കൊടുങ്ങല്ലൂരാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സമ്മാനിക്കുന്ന ബഹുമതി ഏതാണ്? അത് സ്വരാജ് ട്രോഫിയാണ്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സമ്മാനിക്കുന്ന ബഹുമതിയാണ് സ്വരാജ് ട്രോഫി. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്